രണ്ട് എഴുത്തുകാരായ നമിത സതീഷ് ബാബു, ശ്രീലക്ഷ്മി ജെ പ്രകാശ് എന്നിവർ എഴുതിയ ഐസ്ലിൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനകർമ്മം മാതൃഭൂമി ബ്യൂറോ ചീഫും സാഹിത്യകാരനുമായ എം.പി. സൂര്യദാസ് രവീന്ദ്രൻ കോളോത്തിന് നൽകി പ്രകാശനം ചെയ്തു. നമിത സതീഷ് ബാബു, ശ്രീലക്ഷ്മി ജെ പ്രകാശ്, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഇതുപോലൊരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് ഒരു അതീവ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സത്യം പറഞ്ഞാൽ രവിയേട്ടൻ എന്നോട് ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു സാധാരണ ഇപ്പോൾ പല രീതിയിൽ ഒരുപാട് എഴുത്തുകാർ, പുതിയ എഴുത്തുകാർ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം ഒരു പതിവ് രീതിയിലൊരു ചടങ്ങ് അല്ലെങ്കിൽ അങ്ങനെ രൂപപ്പെട്ട ഒരു പുസ്തകം എന്ന നിലയ്ക്കുള്ളൊരു ചടങ്ങായിട്ടാണ് ഞാനതിനെ കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ നേരത്തെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാൻ എൻ്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ച കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എഴുത്തുകാരായ രണ്ട് സഹോദരിമാരെ കാണാനും പരിചയപ്പെടാനും അവസരം ലഭിക്കാതിരുന്നത് കൊണ്ടാണോ, എന്തായാലും അതിൻ്റെ പിന്നാമ്പുറത്തെ കഥ ഇപ്പോൾ 2 മിനിറ്റ് മുമ്പേ ഇവിടുന്ന് രവിയേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. 2 സുഹൃത്തുക്കൾ ഒന്നിച്ചു ചേർന്ന് എഴുതുന്ന പുസ്തകങ്ങൾ, അത് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലൊക്കെ എത്രയോ മുമ്പ് അങ്ങനെ പലരും നോവലുകളും പല രീതിയിലുള്ള പുസ്തകങ്ങളും ഗവേഷണ പ്രബന്ധങ്ങളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മനോഹരമായ ഇന്ത്യ ചരിത്രത്തിൻ്റെ ഏടുകൾ വ്യക്തമാക്കുന്ന ഒരു ഇംഗ്ലീഷിൽ ഇറങ്ങിയ പുസ്തകമാണ് കോളിൻസ് ആൻഡ് അപ്പയർ എന്ന് പറയുന്ന 2 ഇംഗ്ലീഷ്, അവർ ഗവേഷകരാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അന്ന് മുൻപുള്ള ഇന്ത്യയുടെ പശ്ചാത്തലം, വിഭജനം ഉൾപ്പെടെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ച് തയ്യാറാക്കിയ, ഇന്നും ഏറ്റവും ആധികാരികമായി ഇന്ത്യയുടെ വിഭജനകാലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ആളുകൾ റെഫർ ചെയ്യുന്ന ഒരു ഗ്രന്ഥം. ഞാൻ പറഞ്ഞത് അങ്ങനെ പല രീതിയിലുള്ള പുസ്തകങ്ങൾ സുഹൃത്തുക്കളും ഗവേഷകരും ഒക്കെ ഒന്നിച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിലുള്ള എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത്, 2 പേർ, ഒരാൾ ഞാനിപ്പോൾ സംസാരിച്ചു വന്നപ്പോൾ രാമനാട്ടുകരയിൽ LLBക്ക് പഠിക്കുന്നു, മറ്റേ സുഹൃത്ത് തൃശ്ശൂരാണ് TTCക്ക് പഠിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച സഹോദരിമാരായിരിക്കുന്നതാണ് ഇവിടെ വരുന്നത് വരെ. പിന്നെയാണ് മനസ്സിലാക്കിയത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു, അല്ലേ? സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട 2 സുഹൃത്തുക്കൾ അത്രയും അറിയപ്പെടുന്ന വലിയൊരാണ്. ഞാൻ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ രചനയാണ്, പുസ്തക പ്രകാശനമാണ്, പുതിയ തലമുറയിലെ കുട്ടികളാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമാണ്. പുതിയ തലമുറയിലെ എഴുത്തുകാരായതുകൊണ്ട് തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ടാഗോറിൻ്റെ ഷാറ്റേർഡ് ബേർഡ്സ് എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അതായത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പക്ഷികൾ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 2 വരികളുണ്ട്. അതിൽ പറയുന്നത്, ഐ ആം നോട്ട് ടു ചൂസ് ദ ബെസ്റ്റ് ചൂസസ് മീ. I cannot see who am I can see only my shadows. പ്രകാശ് കെ പണിക്കർ അധ്യക്ഷത വഹിച്ചു. രബീന്ദ്രനാഥ് ആർ പുസ്തകം പരിചയപ്പെടുത്തി. നന്ദഗോപാൽ, നീരാജ് ES, നീരൻ ES, നമിത സതീഷ് ബാബു, ശ്രീലക്ഷ്മി ജെ പ്രകാശ് എന്നിവർ സംസാരിച്ചു.